കേരളമെന്ന ഈ മനോഹര ഭൂമികയുടെ ചരിത്ര സാംസ്കാരിക പൈതൃകങ്ങളോട് അഭേദ്യമായി ഇഴതുന്നിച്ചേർക്കപ്പെട്ടവയാണ് നദികൾ. നദികളുടെ നാടെന്ന മനോഹരമായ വിളിപ്പേര് കൂടി നമുക്ക് സമ്മാനിച്ചവ. പക്ഷെ ഇന്നിപ്പോൾ ഭൂരിഭാഗം നദികളും വൃദ്ധിക്ഷയത്തിൻ്റെ പെരുവഴിയിലാണ്. കാലം തെറ്റിയും തെറ്റാതെയും എത്തുന്ന പ്രവചനാതീതമായ മഴക്കാലങ്ങളിൽ തീരശോഷണത്തിൻ്റെ ഫലമായുണ്ടാകുന്ന വെള്ളപ്പൊക്കം ഉൾപ്പെടെയുള്ള നാശനഷ്ടങ്ങൾ പത്രത്താളിലെ ഒരു പതിവ് വാർത്തയായി മാത്രം മാറുന്നു. അപ്രത്യക്ഷമാകുന്നത് തീരങ്ങളല്ല, അവയെ കാത്തുസൂക്ഷിച്ചിരുന്ന പ്രകൃതിദത്തമായ സംരക്ഷണ കവചങ്ങളാണ്. തീരങ്ങളെ സംരക്ഷിക്കുക വഴി നദികളുടെ തനതായ രൂപഘടന നിലനിർത്താൻ താങ്ങായിരുന്നവ. ഞങ്ങളൊക്കെ സംബന്ധിച്ചുള്ള സങ്കടം എന്ന് പറയുന്നത് ആദ്യകാലങ്ങളിൽ പുഴയിൽ പോകുന്ന നിറഞ്ഞൊഴുകുന്ന പുഴകളായിരുന്നു. മനോഹരമായ പുഴയായിരുന്നു. മരങ്ങളാണ് ഭൂമിയിലെ സംരക്ഷണം കൊടുക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ വയലിലുള്ള ഇത് പോയതുകൊണ്ട് ഞങ്ങൾക്ക് പുറത്തുനിന്ന് വാങ്ങാനൊന്നും പറ്റില്ലല്ലോ. ഭൂമികൾ വാങ്ങാൻ പറ്റില്ല, അത്രയും സാമ്പത്തികമായിട്ടൊന്നുമില്ല. അപ്പോൾ വെച്ചാൽ ഞങ്ങൾക്ക് ഇത് പോയത് വളരെ വിഷമമാണ് മനസ്സിൽ. നദീതടങ്ങളിലുള്ള പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ വൃക്ഷലതാദികളുടെ ഒരു കവചമാണ് മണ്ണൊലിപ്പിനെയും അതുവഴിയുണ്ടാവുന്ന തീരശോഷണത്തെയും ചെറുക്കുന്നത്. വർഷകാലത്തുണ്ടാവുന്ന അനിയന്ത്രിതമായ വെള്ളപ്പാച്ചിലിനെ നിയന്ത്രിച്ചു മനുഷ്യനുൾപ്പെടെയുള്ള സകല ജന്തുജീവജാലങ്ങളുടെയും തനതാവാസ വ്യവസ്ഥയെ നിലനിർത്തിപ്പോരുന്നത് ഒരർത്ഥത്തിൽ പാരിസ്ഥിതിക സന്തുലനത്തിലൂടെ നദിയുടെ തന്നെ രൂപഘടന നിലനിർത്താൻ സഹായിക്കുന്നവ. പ്രകൃതിദത്തമായ ഈ സംരക്ഷണ കവചങ്ങൾ എപ്പോൾ അപ്രത്യക്ഷമാവുന്നുവോ അത് തീരശോഷണത്തിന് വഴിയൊരുക്കുന്നു. വർഷകാലത്ത് അതിൻ്റെ പ്രത്യാഘാതം അചിന്തിതവും അവർണ്ണനീയവുമായിരിക്കും. പണ്ട് കാലത്ത് പുഴയിൽ കുറേ ഓടകളുണ്ടായിരുന്നു. ഓട അറിയാലോ, ബാമ്പു അല്ല ഓട, അത് കുറേ അധികം ഉണ്ടായിരുന്നു. അപ്പോൾ അത് മഴക്കാലത്ത് വലിയ മഴയൊക്കെ ആണെങ്കിലും വെള്ളം ഇങ്ങനെ ഒഴുക്ക് തടയാൻ കഴിവുണ്ടായിരുന്നു ഈ ഓട തട്ടി. ഇപ്പോൾ ഓടകളെല്ലാം നഷ്ടപ്പെട്ടു, പുഴയിലെ ഓടകളെല്ലാം നഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ഓട നഷ്ടപ്പെട്ടപ്പോൾ വെള്ളത്തിന് മേലെ മലയിൽ നിന്ന് വരുന്ന വെള്ളത്തിൻ്റെ സ്പീഡ് അതേപോലെ പോവാ താഴേക്ക്. എവിടെയും വെള്ളം തടയുന്നില്ല. അതുകൊണ്ടാണ് പിന്നെ ഇപ്പൊ ഈ മണ്ണൊലിപ്പ് കൂടുതൽ വരുന്നത്. മരത്തിന്റെ പേര് കോളി എന്നാണ്. അപ്പോൾ കോളി മരം എന്ന് പറഞ്ഞു വെച്ചാൽ ഏറ്റവും കൂടുതൽ പശ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മരമാണ്. ഏറ്റവും കൂടുതൽ വെള്ളം ശേഖരിക്കുന്ന ഒരു മരം കൂടിയാണ്. ഈ മരത്തിന് വെച്ചാൽ വേര് വെച്ചാൽ ഒരു 25 മീറ്റർ ഭൂമിയിലേക്ക് പാസ് ചെയ്യും. ആ ഭൂമിയിലേക്ക് പാസ് ചെയ്യുമ്പോൾ ആ 25 മീറ്ററിലുള്ള മണ്ണും എല്ലാം കൂടി ഈ മരത്തിന്റെ വേര് ഇതിനെ സംരക്ഷിക്കും, ഭൂമിയെ സംരക്ഷിക്കും. അതോടൊപ്പം തന്നെ ഇരു കരകളിലും ഒരു വശം ഫോറസ്റ്റ് ആണെങ്കിൽ മറുഭാഗത്തും അതുപോലുള്ള മുളകളും ധാരാളം മരങ്ങളുണ്ടായിരുന്നു. ഇന്നതൊക്കെ അപ്രത്യക്ഷമായിപ്പോയി. അതൊക്കെ ജനങ്ങൾ വെട്ടിക്കൊണ്ടുപോയി അവരുടെ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിച്ചു. അപ്പോൾ അതിനെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമപരമായ നടപടി ഒരു പഞ്ചായത്തും എടുത്തിട്ടില്ല എന്നുള്ള ഏറ്റവും വലിയ സങ്കടകരമായ കാര്യമാണ്. ആ പുഴ നശിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ്റെ ഭാവി നശിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാന കാരണം. കിടപ്പാടവും കൃഷിയിടവും ജീവൻ പോലും നഷ്ടമാവുന്ന ഹൃദഭേദകമായ കാഴ്ചകൾ, വാർത്തകൾ നിത്യേന നാം കാണുന്നു. നദീതടങ്ങളിലെ ആവാസവ്യവസ്ഥ പതിയെ തകർന്നടിയുന്നതിന് നാം ഇന്ന് മൂകസാക്ഷികളാകുന്നു. ഇവിടുന്ന് മണ്ണൊലിപ്പ് അടുത്ത വയലും അവിടെ അവർക്ക് താഴെ താമസിക്കുന്നവർക്ക് നാശം ഉണ്ടാകുന്നുണ്ട്. ഇവിടുന്ന് മണ്ണൊലിക്ക് അവരെ വീട്ടിൽ കയറി, പണ്ട് കാലത്ത് അങ്ങനെ വീട്ടിലൊന്നും പിന്നെ വെള്ളം കയറിയിട്ട് വൃത്തിയാകുന്ന ഒരു സ്ഥിതി ഇല്ലായിരുന്നു. അതുപോലെ തന്നെ മത്സ്യങ്ങളുടെ പ്രജനനത്തിന് വേണ്ടി ഈ റൂട്ട് സിസ്റ്റം, ഈ ഓട നമ്മൾ പുഴയോരത്ത് എടുത്തിട്ടുണ്ട്. പുഴയിലെ റൂട്ട് സിസ്റ്റത്തിലാണ് സ്റ്റിൽ വാട്ടർ വേണം. അതാണ് നമ്മൾ മഴക്കാലമാകുമ്പോൾ വെള്ളം കയറുമ്പം മീൻ മേലോട്ട് കയറുന്ന മുട്ടയിടാൻ വേണ്ടിയാണ്. ഈ സ്പോണിങ് ഏരിയ, അതുപോലെ തന്നെ മൈഗ്രേറ്ററി സ്പീഡിൻ്റെ സ്റ്റോപ്പ് ഓവർ സൈറ്റ്സ് ആണ്. ഞണ്ട്, മത്സ്യങ്ങൾ, അത്തരത്തിലുള്ള എല്ലാ ജലജീവികളും നമ്മുടെ ഈ കൃഷിയിൽ നിന്ന് കൃഷിസ്ഥലം, പുഴയുടെ തീരത്തുള്ള കൃഷിസ്ഥലത്ത് നിന്ന് പോകുന്ന ഈ കീടനാശിനികൾ കൊണ്ടും വിഷങ്ങളും കൊണ്ടും നമ്മൾ ഉപയോഗിച്ചിട്ട് പകുതി വെക്കുന്ന വിഷങ്ങളെല്ലാം ഇത് മഴയത്ത് വെള്ളത്തിലേക്ക് പോവുകയും അവിടെ തങ്ങി കിടക്കുകയും കുറേ ഒഴുകി പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നിൽക്കുന്ന ആ വിഷം അല്ലെങ്കിൽ അത്തരത്തിലുള്ള കെമിക്കലുകൾ നമ്മുടെ ജീവജാലങ്ങളെ വളരെ ദോഷമായിട്ട് ബാധിക്കുന്നുണ്ട്. അത് മനുഷ്യനെയും ബാധിക്കുന്നുണ്ട്. ഇതിൻ്റെ തീരത്തുള്ള കിണറുകളാണ്. ഈ പുഴയുടെ തീരത്ത് കിണറുകളുണ്ട്. ആ കിണറ്റിലെ വെള്ളം തന്നെയാണ് മനുഷ്യൻ കുടിക്കുന്നത്. ഇവിടെ തൊട്ട് ഇവിടം വരെ നല്ല കല്ലുകളും പിന്നെ ആ മരത്തിൻ്റെ വേരുകളും ഒക്കെ പിടിച്ച് നിൽക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഈ പുഴയ്ക്കൊന്നും സംഭവിക്കാത്തത്.
അങ്ങോട്ടുള്ള വെള്ളം എന്ന് വെച്ചാൽ അങ്ങോട്ട് ഓപ്പൺ ഏരിയ ആയതുകൊണ്ടാണ് എല്ലാ കല്ലും മണ്ണും ഒക്കെ കൂടി അതുവഴി ഇറങ്ങിപ്പോകുന്നത്. സ്വയം കൃതാനവസ്ഥ എന്ന് വിളിക്കപ്പെടാവുന്ന ഈ അവസ്ഥയ്ക്ക് ഒന്നേയുള്ളൂ പരിഹാരം: നമ്മൾ നശിപ്പിച്ചത് നമ്മൾ തന്നെ പുനർനിർമ്മിക്കുക എന്നത്. നദീതട സംരക്ഷണത്തിനായി ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടെ മുന്നിട്ടിറങ്ങുക. നദീതടങ്ങളിലുള്ള വൃക്ഷലത സസ്യാദികളുടെ സ്വാഭാവികമായ ആവാസവ്യവസ്ഥ സംരക്ഷിക്കുക. നശിപ്പിക്കപ്പെട്ട സ്ഥലങ്ങളിൽ പുനർനിർമ്മാണം നമ്മൾ തുടങ്ങിവെക്കുക. പ്രകൃതി അതിനു കാവലായുണ്ടാവും, കാലം അതിനു കൂട്ടായുമുണ്ടാവും. ഓരോ പഞ്ചായത്തുകൾക്കും അതിനുള്ള ഫണ്ട് വെക്കാനുള്ള നിയമമുണ്ട്. ബയോഡൈവേഴ്സിറ്റി ബോർഡ് തന്നെ പറയുന്നുണ്ട് മൊത്തം ഫണ്ടിൻ്റെ, അതായത് അവരുടെ പദ്ധതി ഫണ്ടിൻ്റെ 2% ഇതിനായിട്ട് മാറ്റി വെക്കണമെന്നാണ് ബയോഡൈവേഴ്സിറ്റി ബോർഡ് പറഞ്ഞത്. ഞാൻ വയനാട് ജില്ലാ പഞ്ചായത്തിൻ്റെ കൺവീനർ കൂടിയാണ്. പക്ഷെ ഒരു പഞ്ചായത്തും അങ്ങനെ ഫണ്ട് വെക്കുന്നില്ല. നദികളെ അവയുടെ തനിമയോടെ ഒഴുകാൻ അനുവദിക്കുക എന്ന തിരിച്ചറിവ് ഇന്നിൻ്റേതല്ല, മറിച്ച് കാലാകാലങ്ങളായുള്ളതാണ്. അത് പൂർണ്ണതയോടെ നിറവേറ്റുക. ഇന്നു തുടങ്ങി, ഇനി എന്നേക്കും.